അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷമായിരുന്ന ഇപ്പോഴത്തെ ഭരണപക്ഷം നിലപാടെടുത്തു. അതിന്റെ പേരിലാണ് അവർക്ക് തുടർ പരാജയം നേരിടേണ്ടി വന്നത് എന്നതടക്കം വിമർശനം ഉന്നയിച്ചവരാണ് നിങ്ങൾ. ഇപ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പരാതികൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് ശ്രീ റിജിൽ മാക്കുറ്റി പറഞ്ഞത്. അദ്ദേഹം തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി അദ്ദേഹത്തിന് അത് ആധികാരികമായി പറയാൻ കഴിയുന്നു എന്നും അദ്ദേഹം പറയുന്നു. ആയിരക്കണക്കിന് പരാതികളുണ്ട്, ഘട്ടം ഘട്ടമായി പണി തീർക്കാനുള്ള പണം കെട്ടിക്കിടക്കുകയാണ്. അത് അനുവദിച്ചു കിട്ടാത്തതിന്റെ പേരിൽ എന്താണോ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത്, ഏത് ചുവപ്പ് നാടയാണോ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത്, അതേ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ലൈഫ് മിഷന് കീഴിൽ അതിന്റെ ഗുണഭോക്താക്കൾ എന്നുള്ളത് കൊണ്ട് അധികാരം വികേന്ദ്രീകരിക്കുന്നു എന്നതാണ് പുതിയ പൊളിച്ചെഴുത്തിന്റെ ന്യായീകരണം. ഇവിടെ അർത്ഥ അതിവേഗ പാത വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്, പ്രത്യേകിച്ച് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പരാതികളുണ്ട്, പരിഭവമുണ്ട്. അത് ആ തരത്തിലല്ല വേണ്ടത്. DPR മാറ്റം വരണം എന്നൊക്കെ പറഞ്ഞ് സമരത്തിന് നേതൃത്വം കൊടുത്തവർ അധികാരത്തിൽ വന്നപ്പോൾ ആ പദ്ധതി തന്നെ റദ്ദാക്കിയത് നമ്മൾ കണ്ടല്ലോ. ഇപ്പൊ പറയുന്നു ലൈഫ് പദ്ധതിയിൽ ചില പരാതികൾ കെട്ടിക്കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ആ പദ്ധതി തന്നെ ഞങ്ങൾ ഇല്ലാതാക്കിക്കോട്ടെ. ഇതിനു മുമ്പും അവർ പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി പിരിച്ചുവിടും, പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, കേരള ബാങ്ക് പിരിച്ചുവിടും, അതുപോലെ ഒരിക്കലും ഞങ്ങൾ ഈ തുരങ്കപാത അനുവദിക്കില്ല, തീരദേശ ഹൈവേ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല, മലയോര ഹൈവേ ഒരിക്കലും പൂർത്തീകരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, വിഴിഞ്ഞത്തൊരു കപ്പൽ പോയിട്ടൊരു ബോട്ട് പോലും ഇറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ്. അവരാണ് ഇപ്പൊ അധികാരത്തിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തുരങ്കപാത അവിടെ പണി നിർമ്മാണം നല്ല രൂപത്തിൽ നടക്കുന്നുണ്ടെങ്കിലും എന്ന് അത് സ്റ്റോപ്പ് ചെയ്യും എന്ന് അറിയാൻ അധികം ദിവസം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പണി പൂർത്തീകരിച്ച അവസാന ഘട്ടത്തിലുള്ള തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഇതുവരെ നടത്തിയത് വെച്ച് ക്ലോസ് ചെയ്തോ എന്ന് പറയുന്ന കാലവും അതിവിദൂരത്തല്ല എന്ന് മനസ്സിലാക്കുന്നു. വിഴിഞ്ഞം എന്തായാലും ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടം 2045 പൂർത്തീകരിക്കേണ്ടത് 2028 പൂർത്തീകരിക്കാനുള്ള മുന്നേറ്റം നടക്കുകയാണ്. അവിടെ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയില്ല. കാരണം ഒരു പ്രത്യേക വിമാനം ചാർട്ട് ചെയ്ത് മുഖ്യമന്ത്രി പോയി സംസാരിച്ചു എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടല്ലോ. അപ്പോൾ ആരോടാണ് സംസാരിച്ചത്, എന്താണ് സംസാരിച്ചത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും ക്ലാരിറ്റി കിട്ടൂ. അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല. വളരെ സൂക്ഷ്മമായി ഈ ഭരണത്തെ ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർ ഏതൊക്കെ മേഖലയാണ് ഇല്ലാതാക്കുന്നത്, ഏതൊക്കെയാണ് തകർത്ത് കളയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 7ഓളം പദ്ധതികളിൽ ഹൈസ്പീഡ് ട്രെയിൻ 500 കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ കഴിയുന്ന, 350 കിലോമീറ്റർ മുതൽ 500 കിലോമീറ്റർ വരെ ഓടാൻ കഴിയുന്ന ട്രെയിനുകൾ, പാതകൾ നിർമ്മിക്കാൻ രാജ്യത്ത് 7 പാത, അതായത് 14ഓളം സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന പാതയുടെ പണിയും ആലോചനയും DPR എല്ലാം നടക്കുമ്പോഴാണ് ഇവിടെ ഒന്നും വേണ്ട, കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടലല്ല, മറിച്ച് ഈ പദ്ധതിയെ വേണ്ട എന്ന രൂപത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇവരന്ന് ഉപേക്ഷിച്ചു പോയത് അറിയാം. ദേശീയപാത രണ്ടുതരം കാര്യങ്ങളാണ്. ഒന്ന്, കേരളവുമായി ഉയർന്നതുപോലെയുള്ള ജനകീയ പ്രതിഷേധങ്ങളോ പ്രതിരോധങ്ങളോ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. കേരയിൽ എന്ന പദ്ധതി മാത്രമല്ല, അതിന്റെ DPR പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിന്റെ അലൈൻമെന്റിലടക്കം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ മർക്കടമുഷ്ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെയാണ് അതിനെ ഒരു വിവാദ പദ്ധതിയാക്കിയത്. ഇത് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടല്ല അതിന് മറുപടി പറയേണ്ടത് അഡ്വക്കേറ്റ് കെ സരൺകുമാർ. അല്ല, ഞാൻ എന്റെ മറുപടിയാണല്ലോ പറയുന്നത്. 15 കൊല്ലം മുമ്പ് അതിവേഗ പാത കേരളത്തിൽ കൊണ്ടുവരും, അതിന്റെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയാണ്. താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, അത് 2013 ഫെബ്രുവരി മാസത്തിലാണ്. 2013 ഏപ്രിൽ മാസത്തിൽ അതിവേഗ പാതയുടെ പണി തുടങ്ങും, 2018 അത് പൂർത്തീകരിക്കുമെന്ന് മുംബൈയിൽ വച്ചിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത്. അതിന്റെ ക്ലിപ്പിംഗ് വരെ സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെ അതിവേഗ പാത വേണമെന്ന് 15 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞവരാണ് ഇപ്പോ അർത്ഥ അതിവേഗ പാത പോലും കേരളത്തിൽ വേണ്ട എന്ന രൂപത്തിൽ അത് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം. അത് സൂചിപ്പിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവർ ലൈഫ് പദ്ധതിയോ പൊതുവിദ്യാഭ്യാസ യജ്ഞോ ഏതും ഇവർ തീരുമാനം എടുത്തോട്ടെ, കാരണം ഇവർക്ക് ഭൂരിപക്ഷമുണ്ട്, ഇവർ ഭരിക്കുകയാണ്. വലിയ പ്രതിഷേധങ്ങളുണ്ടായി. ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞത് പ്രതിഷേധങ്ങളുടെ പേരിൽ, സ്ഥലം വിട്ടു നൽകുന്നതിലടക്കമുള്ള പ്രതിഷേധങ്ങളുടെ പേരിൽ അതിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് പോകുന്നു എന്നുള്ളതായിരുന്നല്ലോ അത് താൽക്കാലമായി നിർത്തിവെക്കാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത്. ഇവിടെ പക്ഷെ കേരളവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത്?
അത് നടപ്പിലാക്കാൻ വേണ്ടി വലിയ തോതിലുള്ള ബലപ്രയോഗമുണ്ടായി. നമ്മൾ ഈ പറയുന്ന കോട്ടയം അടക്കമുള്ള മേഖലകളിലൊക്കെ മാടപ്പള്ളി എന്നുള്ള സ്ഥലപ്പേരുകളൊക്കെ നമ്മൾ കേൾക്കുന്നതും ഈ ചെങ്ങന്നൂരിൽ അടുക്കളയിൽ കയറി കുറ്റിയടിക്കുന്നതും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യത്വരഹിതമായി ഉണ്ടായതിന്റെ പേരിലാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഒരു സർക്കാർ ജനകീയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പിന്നോട്ട് വെക്കുന്നതും സർക്കാർ ജനകീയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പോലീസുമായി മുന്നോട്ട് പോകുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾക്കിപ്പോൾ എറണാകുളത്ത് ഈ മുന്നോട്ട് പോകുന്ന പോലീസ് നയത്തിനെതിരെ സമരം പ്രഖ്യാപിക്കാൻ കഴിയുന്നത്? മധു, താങ്കൾ പറഞ്ഞത് തെറ്റാണ്. താങ്കൾ വളരെ ക്ഷമയോടെ ഇത് കേൾക്കണം. അതിവേഗ പാതയും അർത്ഥ അതിവേഗ പാതയും രണ്ടും രണ്ടാണ്. അതിവേഗ പാത പ്രഖ്യാപിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടി പ്രഖ്യാപിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ ഒന്നാം വി എസ് സർക്കാരിന്റെ കാലത്ത് പഠനം അതിനുവേണ്ടി പൈസ മാറ്റിവെക്കലും ബഡ്ജറ്റിൽ അതിനു വേണ്ടിയിട്ടുള്ള പണം മാറ്റിവെക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമരം ഉയർന്നില്ല. അതിന്റെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത സഖാവ് കോടിയേരി ബാലകൃഷ്ണനാണ്. വി എസ് അച്യുതാനന്ദനടക്കം പൂർണ്ണ പിന്തുണ കൊടുത്തു. ആ പദ്ധതി പ്രഖ്യാപിച്ചതാണ്. അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് DMRL കൊണ്ട് പഠനം നടത്തി 25 കോടി രൂപ മുടക്കി അതിന്റെ DPR ഒക്കെ ഉണ്ടാക്കി പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് വരെ പ്രഖ്യാപിച്ചതാണ്. അതിലൊരു സമരം കൊണ്ടല്ല അത് നിന്നുപോയത്. പ്രഖ്യാപിച്ച പദ്ധതി എല്ലാ ഭരണകാലത്തും UDF ചെയ്യുന്നത് പോലെ അതിലേക്ക് പിന്നെ ഇടപെട്ടില്ല, ശ്രദ്ധിച്ചില്ല. അതാണ് അർത്ഥ അതിവേഗ പാതയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എഗ്രിമെന്റ് ഒപ്പിട്ടത്. അതിന്റെയും ആദ്യ ചർച്ചകൾ നടന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് 2015 അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ താങ്കൾക്ക് അയച്ചു തരാം. അതിൽ പ്രതിഷേധം വന്നു, സമരം വന്നു. അതോടുകൂടി കേരളത്തിന്റെ അതിവേഗ സ്വപ്നങ്ങളെ തകർക്കുന്ന നയം തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളിപ്പോ അതിലെ അഭിപ്രായമൊന്നും പറയുന്നില്ല. കേരളത്തിന് വേണ്ട എന്നാണോ ഇവർ ആഗ്രഹിക്കുന്നത്? ഇന്നലെ സഖാവ് തോമസ് ഐസക് അടക്കം അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പേരേതുമായിക്കോട്ടെ, രൂപം ഏതുമായിക്കോട്ടെ, നമുക്ക് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു 3 മണിക്കൂറിൽ എത്താൻ കഴിയുന്ന തരത്തിൽ അതിവേഗതയിൽ ഉള്ള പാതകൾ വന്നാൽ മാത്രമേ കേരളത്തിന്റെ വികസനം ഊട്ടിയുറപ്പിക്കാൻ കഴിയൂ. പല നിക്ഷേപകരും വിവിധ മേഖലകളിൽ ഇപ്പോൾ നിക്ഷേപം ഇറക്കിയിരിക്കുന്നത് ഈ വേഗത മുന്നിൽ കണ്ടുകൊണ്ടാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ലൈഫ് ആയാലും ഇപ്പോൾ പറഞ്ഞ പദ്ധതികളായാലും കോൺഗ്രസ് അവരുടെ നയം നടപ്പാക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. ദളിതരെ ആക്രമിക്കാൻ, സ്ത്രീകളെയും കുട്ടികളെയും വലിച്ചിഴയ്ക്കാൻ, അവരുടെ കിടപ്പാടം ഇല്ലാതാക്കാൻ എത്ര ശ്രമിച്ചാലും, ഒരു ദിവസം 133 പേർക്ക് വീട് കൊടുത്ത ലൈഫ് പദ്ധതി അടക്കം തകർക്കാൻ ശ്രമിച്ചാൽ ഏറ്റവും ശക്തമായ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായി ഞങ്ങൾ അതിൽ ഇടപെടും. അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഞങ്ങൾ സംഘടിപ്പിക്കും. Debate with Madhu Saji.